ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെന്ന് വെച്ചാൽ കുറ്റിക്കുരുമുളക് വള്ളി എങ്ങനെയാണ് നടുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിരുന്ന്. കുറ്റിക്കുരുമുളകിൻ്റെ വള്ളി നല്ല മുളകിൻ്റെ അടിയിലത്തെ തണ്ട് മുറിച്ചെടുക്കട്ടെ. ഇതാണ് കുറ്റിക്കുരുമുളകിന് പറ്റിയ തണ്ട്. ഇത് മുകളിലോട്ട് പോകുന്നതല്ല, ഇങ്ങനെ ഇതാകുമ്പോൾ പടരില്ല, ഇത് വേഗം ഉണ്ടാവുകയും ചെയ്യും. ഇത് നട്ട് കഴിഞ്ഞ് ഒരു വേഗം തന്നെ കായ് ഉണ്ടാവും. ഇത് ഞാൻ ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇത് നമുക്ക് നടാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. അടിയിലേക്ക് തണ്ടിൻ്റെ അകത്ത് മുറിച്ചെടുക്കട്ടെ. വേണ്ട, ഇതാണ് എൻ്റെ വിത്ത് തൈ, കുറ്റിക്കുരുമുളകിൻ്റെ തൈ. ഇത് മതിയേ, ഇതൊന്ന് നമുക്ക് നട്ടു നോക്കാമല്ലോ. ഇത് കൊണ്ടുപോയിട്ട് ഇതൊന്ന് കൊണ്ടുപോയി നട്ട് നോക്കാമല്ലോ. ഇതിപ്പോൾ 4 ഓട് വെച്ചിട്ട് നമുക്കൊരു കൊട്ട പോലെ ആക്കിയിട്ട് ഇതിനകത്ത് നടാനാണ് ഇപ്പോൾ ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. ഇത് നോക്കറാ, ഇതിങ്ങനെ ആക്കിയിട്ട് മണ്ണിൻ്റെ അകത്ത് നടാനാണ് ഇത് ആക്കുന്നുള്ളത്. ഇതിൻ്റെ അകത്ത് മണ്ണുണ്ട്, അതിൽ കളിച്ചിട്ടിട്ട് മണ്ണുണ്ട് അവിടെ. ആ മണ്ണ് കുറച്ചും കൂടി ഞാൻ അതിൽ കോരി ഇട്ടേ. കുറച്ചുകൂടി മണ്ണ് നിറക്കട്ടെ. മണ്ണ് നിറച്ചാൽ മാത്രമേ ഇതിപ്പോൾ നടാൻ കഴിയൂ. ഇതിൽ മണ്ണ് നിറച്ചു. ഇനി ഒരു കൊട്ടയിൽ 2 കൊട്ടയിൽ കൂടി ആക്കട്ടെ. ഒന്ന് ഓട്ടിൻ്റെ അകത്താക്കി, ഇനി നമുക്ക് കൊട്ടയിനകത്ത് നിറക്കാമല്ലോ. കുറച്ച് എടുത്തിട്ട് ഇതൊരു നല്ലൊരു പറ്റില്ലാത്തൊരു മണ്ണാണ്, ഒരു പൂഴി പോലത്തെ മണ്ണാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഈ മണ്ണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഇതായിപ്പോയില്ല, പറ്റിപ്പോയില്ല, കട്ടയിൽ പോയില്ല. അതുകൊണ്ട് നല്ല ഇളക്കം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ണ് എടുക്കുന്നത്. ഇതേപോലെ മണ്ണ് നിറച്ചിട്ടെടുക്കുക. ഇത് അതിന് ശേഷം അതിൽ നിറച്ചിട്ട് വളം ഇടണം. കുറച്ചും കൂടി മണ്ണ് നിറക്കട്ടെ, ഇതും കൂടി നിറക്കട്ടെ. ഇതിപ്പോൾ ഇതിൽ മണ്ണ് നിറച്ചു. ഇനിയിപ്പോൾ മണ്ണ് നിറച്ചിട്ട് ഇനിയിപ്പോൾ അതിൽ വളം ഇടണം. കുറച്ച് അരക്കപ്പൊടി ഇട്ടേ. ഇത് അരക്കപ്പൊടിയാണ്. കുറച്ച് അരക്കപ്പൊടി ഇട്ട് ഇതിലിട്ട് അരക്കപ്പൊടി ഇടുക. കുറച്ച് ജൈവവളം ഉണ്ട്, അത് ഇട്ടിട്ട് അരക്കപ്പൊടി ഇടാം. എന്നിട്ട് നടാം.
ഇതാണ് കുരുമുളക് വള്ളി, കുറ്റിക്കുരുമുളകിൻ്റെ വള്ളിയായി. ഇതാണ് കുറ്റിക്കുരുമുളകിൻ്റെ വള്ളിയായി. അല്ല, ഇത് നല്ല പന്നൂറിൻ്റെ കുരുമുളകിൻ്റെ വള്ളിയാണ്. ഇത് നമുക്കിനിയൊന്ന് നട്ട് നോക്കാമല്ലോ. ഇപ്പോൾ ഇത് വളം ഇടട്ടെ. ഇത് എല്ലുപൊടിയും ചാണകവും പിന്നെ പിണ്ണാക്കും എല്ലാം കൂടിയിട്ടുള്ള വളമാണിത്. ഇതാണ് പൊടി, കാലിവളമല്ല, കാലിവളം തന്നെ, കാലിവളവും എല്ലാം ഉണ്ടായി. ഇപ്പം എല്ലാം കൂടി ഇട്ടിട്ട് അതിപ്പാടെ ഇതാക്കുക. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് നടേണ്ടതെന്ന് വെച്ചാൽ ഈ കറ്റാർ വാഴേൻ്റെ കഷ്ണാക്കുക, ഇങ്ങനെ കഷ്ണാക്കുക. ഇത് ഈ കഷ്ണത്തിൻ്റെ അകത്ത് കുത്തിയിട്ടാണ് നടണ്ട്, ഇതിൻ്റെ അകത്ത് കുത്തിയിട്ടാണ് നടണ്ട്. എന്താ വെച്ചാൽ വേറെ ഒന്നും അണുക്കൾ വരില്ല, അതുകൊണ്ടാണ് അതിനാണ് ഇത് ഈ പണിയെടുക്കുന്നത്. എന്താ ഇങ്ങനെ കുത്തുക. എന്താ ഇതേപോലെ കുത്തിയിട്ട് ഇവിടെ നിൽക്കുക. എന്താ ഇപ്പോൾ കണ്ടില്ലേ? അതേപോലെ അതിൽ നട്ടേ ഇതുപോലെ ഒരു കഷ്ണം കീറിയിട്ട് ഇത് നട്ടേ. ഇതിനകത്ത് നട്ടു. ഇതിൽ നടേ. ഇത് കുരുമുളകിൻ്റെ ഇതിനകത്ത് നട്ടു. ഇതിൽ നട്ടിട്ട് ഇങ്ങനെ ഉറപ്പിക്കുക. വളയിലിളക്കി ഒരുപോലെ ഇളക്കണം. ഇതാണെന്ന് വെച്ചാൽ 1.5 മാസം കൊണ്ട് നമുക്ക് കുരുമുളക് വള്ളി പൊടിച്ച് കുരുമുളക് പൊടിക്കാൻ പോയി എപ്പോൾ 360 ദിവസവും ഇതിനകത്ത് കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റിക്കുരുമുളക് നടുന്നത്. ഈ കുറ്റിക്കുരുമുളക് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുമെന്ന് വെച്ചാൽ പിന്നെ നേരെയുള്ള ഇത് എടുക്കില്ല, പിന്നെ നേരെ തല നീണ്ടു പോകുന്ന അത് എടുക്കാൻ പാടില്ല. മേലെ നിന്നുള്ള ഈ അടിയിലുള്ള അത് മാത്രമേ എടുക്കാവൂ, എന്നാലേ നന്നാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. മുകളിലത്തേതാകുമ്പോൾ ഒരുപാട് മേലെ കുറ്റിക്കുരുമുളകാവില്ല, അത് മേലോളം പോവും. നേരെ അത് പിന്നെ നമുക്ക് കുറ്റിക്കുരുമുളകായിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ ഇതിങ്ങനെ തന്നെ കിട്ടും. ഇതാകുമ്പോൾ എവിടെയും വളരില്ല, ഇത് ഇത്രേ വളരുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ കുരുമുളക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, താത്തുകൊണ്ടിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് അല്ല, ഇതിപ്പം ഒരു കഷ്ണം കൂടി, അതൊന്നും കൂടി ഉണ്ട്, അത് അതിന് നട്ടു കൊടുക്കട്ടെ. ഇത് കൂടി നട്ടിട്ട് ഇതിപ്പോൾ എന്നാ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് നട്ടു നോക്കാം. ഇത് എല്ലാം നല്ലൊരു ഇതാണ്, പണിയാണ്. ഇതാകുമ്പോൾ വേഗം നമുക്ക് പറിക്കാൻ ഒരാളെ വയ്യ പോകണ്ട, എല്ലാം നമുക്ക് തന്നെ ചെയ്യാം. ഈ കുരുമുളക് ഉണ്ടായിക്കഴിഞ്ഞാൽ പരിക്കാൻ ഒരാൾ വേണ്ട, നല്ല പോലെ ഉണ്ടാവുകയും ചെയ്യും. നല്ലോണം വെളിയെടുത്ത് എപ്പം നോക്കുമ്പം ഇത് പൂത്തോടും കായ്ച്ചോടും നിൽക്കും. അങ്ങനെയുണ്ട് ഇതിനൊരു ഗുണം, ഇതിനൊരു ഇത്. അതുകൊണ്ട് എല്ലാവരും ഇത് നട്ട് പരീക്ഷിച്ച് നോക്കുക. ഇത് നല്ലൊരു ഇത് തന്നെയാണ്. ഇതാണ് കുറ്റിക്കുരുമുളക് നടല്. അതിനോട് നട്ടിട്ട ഇതിപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ ഓട്ടിൻ്റെ അകത്ത് ഓട് കഷ്ണം ബാഗ് പോലെ ആക്കിയിട്ട് 4 എണ്ണം ചുറ്റി വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അകത്താണ് കുറച്ച് മണ്ണും നിറച്ച് പൊടിവളവും വാർക്കപ്പൊടിയും, പൊടിവളമല്ല ജൈവവളമാണ്. അതിൽ എല്ലുപൊടി, മറ്റേ പിന്നെ ആലവളം, മറ്റേ പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഉള്ളതാണ്.
അതും കൂടി നട്ടു. ഇവിടെ നട്ടിട്ട് മറ്റേ 2 ബാഗിൽ നട്ടു. ഇത് ഏതാ നന്നാവോ നോക്കാമല്ലോ കൂടുതലായിട്ട്. ഇതിൽ മണ്ണാണ് ഞാൻ ഉപയോഗിച്ചത്, ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടില്ല, മണ്ണ ഉപയോഗിച്ചിന്. ചകിരിച്ചോറ് ഇപ്പോൾ ഉപയോഗിച്ചില്ല. അതിന് അഥവാ വേണ്ടിക്കൽ കുറച്ച് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് വലുതായിട്ടാകുമ്പോൾ നമുക്ക് അതിന് അറക്കപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു. ഇനിയിപ്പം നിങ്ങൾക്കിപ്പം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയിപ്പം ഞാൻ അവിടെ നമ്മൾ പച്ചക്കറി ഒന്ന് കാണിച്ചു തരാമല്ലോ, തക്കാളീൻ്റെയും ഇതുമെല്ലാം. ഇത് കണ്ടോ, തക്കാളി കണ്ടോ, ഇത് നല്ല വണ്ണം വെച്ചിട്ട് നല്ല തക്കാളിയായിട്ട് പഴുക്കാൻ തുടങ്ങി. തക്കാളി പഴുത്ത് തുടങ്ങിയണ്ട, അടിയിലേറ്റ തക്കാളി നല്ലവണ്ണം വണ്ണം വെച്ച് തുടങ്ങി. ഇത് വേണ്ട, ഇപ്പോൾ ചെറുതിൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ട, തക്കാളി വണ്ണം വെച്ചിട്ടുണ്ട്, നല്ല വണ്ണമുണ്ട്, നല്ല വലിയ തക്കാളിയാണ്. പിന്നെ ഒന്ന് തക്കാളി പഴുത്തു. ഇത് കണ്ട, തക്കാളി കണ്ട പഴുത്തിട്ട് കണ്ട, പഴുത്ത തക്കാളി കണ്ട, ഇത് കണ്ട പഴുത്ത് തുടങ്ങി കേട്ടോ, മൂത്തു. ഇതെല്ലാം മൂത്ത് തുടങ്ങി കേട്ടോ, നല്ല വലിയ തക്കാളിയാണ്. ഇത് കണ്ടില്ലേ, ഇതാ നല്ല തക്കാളിയാണ്, വലിയ തക്കാളിയാണ്. പിന്നെ മുളകെല്ലാം വലിയ മുളകാണ് കാണുന്നില്ലേ, ഇതാ കണ്ട, മുളകെല്ലാം നല്ല ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മുളകെല്ലാം വലിയ മുളകാണ്. ഇതാണ് വഴുതിന കണ്ട, അവിടെ പൂക്കുന്നുണ്ട്. അത് കണ്ട, വഴുതിനെല്ലാം ഇഷ്ടം പോലെ പൂത്ത് തുടങ്ങി, എല്ലാം നല്ലോണം ആകുന്നത്രേ. തക്കാളി പഴുത്ത് തുടങ്ങി, ഇനിയിപ്പോൾ വേഗം പഴുത്തോളും എല്ലോ. ഇത് കണ്ട, വഴുതിന കണ്ട, മുട്ടെണ്ണം പൂത്തിരി ഉണ്ടാകുന്ന കണ്ട, ആ പൂ കൊഴിയാണ്ട് കിട്ടുന്നുണ്ട്. ആ ഇതിനടുക്കത്തെ മരുന്ന് കലക്കി വെച്ചതിന് ശേഷം പൂ ഒറ്റ കൊഴിയുന്നില്ല, അതെല്ലാം തേച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഇത് കണ്ട, വഴുതിന കണ്ട, വഴുതിന ഉണ്ടായിട്ടുണ്ട്. ഇതാ പച്ച വഴുതിനയായത് കണ്ട, വലിയ ഇത് ചെറുതത്രേ, ഇത് പരിക്കാനായിട്ടില്ല. നല്ല വണ്ണവും പൊക്കും, നല്ല നീളവും ഉണ്ടാവും കണ്ട. ഇത് കണ്ടില്ലേ, ഇത് കണ്ട, ഇതാ വഴുതിന കണ്ട, നല്ല നീല വഴുതിനയായത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇഷ്ടംപോലെ ആകുന്നുണ്ട്, കാണുന്നില്ലേ. ഇതാ വലിയ വഴുതിന, ഇന്നലെ പറിച്ചിന് വഴുതിന, ഇല്ലെങ്കിൽ പരിക്കാനുണ്ടാവുമായിരുന്നു. പിന്നെ പച്ച വഴുതിനതാ, ഇത് വയലറ്റ് വഴുതിനയാണ്. ഇത് കണ്ട, ഇതാ താലോലി കണ്ട, അതാ എന്നാന്ന് പീച്ചിങ്ങ എന്നെല്ലാം പറയും, ഓരോരാൾ ഓരോ തരത്തിലാണ് പറയുക. പൊട്ടിക്ക, പീച്ചിങ്ങ, കക്കിരിക്കാതാ. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കുറച്ച് എൻ്റെ അനുഭവം കാണിച്ചു തന്നേക്കാൻ വെച്ചിട്ടാണ്, എൻ്റെ കൂട്ടത്തിൽ അതുകൂടി കാണിച്ചു തന്നേക്കാം. ഇതാ കണ്ട, ഒരുപോലെ ചെറിയ ചെറിയ മുടികളുണ്ടാകുന്നുണ്ട. ഇതാ കണ്ട, കണ്ട കത്തിരിക്കന്നെ, കത്തിരിക്ക കണ്ട ഉണ്ടാകുന്നുണ്ട. ഇതാ കണ്ട, എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എല്ലാം ഇതിന് ഇതച്ച് പുട്ട് വന്നു പോയിനായിരുന്നു. ഇതിപ്പോൾ ഇതിനിടയ്ക്ക് വേപ്പെണ്ണ മിശ്രിതം, വേപ്പെണ്ണയും മറ്റേ വെളുത്തുള്ളിയും പിന്നെ കാന്താരിയെല്ലാം കൂടി അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് മാറി കിട്ടിയത് കണ്ട. ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് കണ്ട, ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്. മാത്രമല്ല നിങ്ങളെ മുമ്പിൽ നിന്നെല്ലാം പണിയെടുക്കുന്നതാണ്. ഇത്തിരി അനുഭവങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. എല്ലാം ഇഷ്ടംപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങനെ വരുന്നുണ്ട. ഇത് കണ്ട, ഇത് കണ്ട, ഇതിങ്ങനെ എല്ലാറ്റിനും നല്ലോണം ഉണ്ടാകുന്നുണ്ട്, നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. എല്ലാം ഇതിൻ്റെ ഉള്ളിലെല്ലാം വരുന്നുണ്ട്. ഇന്നാൾ കുറേ പോയിന്, അതുകൊണ്ട് ഇത് കിട്ടിയിട്ട് ഇതെല്ലാം തേച്ച് ഉണ്ടാകുന്നേനെ കൊഴിഞ്ഞു പോയിന്. എന്നതിന് ശേഷം അത് ഈച്ച ഒരു കായ്ച്ചുണ്ട്, അത് കുത്തിയത് കൊണ്ടാണ്, അത് കുത്തുന്നതുകൊണ്ടാണ് തേച്ച് കിട്ടാത്. അന്നേരം അതങ്ങ് ഉണങ്ങിപ്പോവും. കണ്ട, ഇനിയുണ്ടാകുന്നുണ്ട. ഇനിയിപ്പോൾ നമ്മൾ പയർ നോക്കാമല്ലോ, നമുക്ക് പയർ കണ്ട, പയർ കണ്ട, പയർ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പരിക്കുന്നുണ്ട്, നമ്മൾ ആവശ്യത്തിന് കറി വെക്കാൻ പരിക്കുന്നുണ്ട്, അത്ര തന്നെ. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അത്രയും നട്ടിട്ടുള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. ഒരുപോലെ പൂക്കുന്നുണ്ട്. ഇപ്പം ആ വളം കൊടുത്തതിന് ശേഷം ഇപ്പം നല്ലപോലെ പൂക്കുന്നുണ്ട് കണ്ടോ. നല്ലപോലെ കായും പൂവും മഞ്ഞയെല്ലാം വന്നു പോയി, എല്ലാം പൂക്കളെല്ലാം വന്നു തുടങ്ങി. അത് കണ്ട, ഇതാ കണ്ട, ഇതാ
എന്താ ഇതെല്ലാം കായ് കണ്ട ഇതാ കണ്ട ഇത് കാണുന്നില്ലേ ഇതാ വലിയ പയറാണ് കാണുന്നില്ലേ വലിയ പയറാണ് ഇതെല്ലാം നോക്കണം നല്ല വലിയ പയറെന്ന് വെച്ചാൽ നല്ല ഇത് കാണുന്നില്ലേ കണ്ട ഇത്ര വലിയ പയറെന്ന് നോക്കിയിട്ട് ഇത് കണ്ട നമ്മളെ തോട് കണ്ട ഇതെല്ലാം ഇങ്ങനെ തോട് കാണുന്നില്ലെന്ന് തോന്നുന്നു തോട് ഇടുന്ന് കാണുന്നില്ലെന്ന് തോന്നുന്നു കാണുന്നുണ്ട് കാണത്തില്ലേ പോട്ടെ ഇതാ എന്നാൽ പിന്നെ ഇന്ന് ഇത്രയും മതി നിങ്ങൾക്ക് ഇതെൻ്റെ അനുഭവം കൂടി കണ്ടുമല്ലോ ഞാൻ കുരുമുളക് വള്ളി നടുന്നത് കണ്ടു പിന്നെ ഓടിൻ്റെ അകത്താണ് നമ്മൾ കുറ്റിക്കുരുമുളക് വള്ളിക്ക് വേണ്ടിയിട്ട് നട്ടതാണ് അത് നട്ടിട്ടുണ്ട് കുറ്റിക്കുരുമുളക് വള്ളി വേണ്ടി നമുക്ക് എപ്പോൾ 1.5 മാസം കൊണ്ട് കായ് പറിക്കാം പിന്നെ അത് മാത്രമല്ല എപ്പം ഉണ്ടാവും വേനൽ വർഷം എപ്പം കുരുമുളക് ഇടയ്ക്കിടയ്ക്കേ പൂത്തോണ്ട് നിൽക്കും തേക്കുന്നതിന് പൂക്കും അടിയിൽ നിന്ന് പറിക്കുന്നതിന് മൂക്കും അങ്ങനെയാണ് ഈ കുരുമുളക് വള്ളിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതങ്ങനെ കളഞ്ഞിട്ടാണ് പിന്നെ ഒരേ മൂപ്പിന് കിട്ടൂല അതുകൊണ്ട് ഞാനങ്ങനെ കളഞ്ഞിട്ടാണ് അതുകൊണ്ട് അതേപോലെ ഒന്ന് നമുക്ക് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു ഒന്ന് അതും കൂടി നമുക്ക് ഒരു വീഡിയോ ഇടാലോ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുരുമുളക് വള്ളി നടാനാക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കൊണ്ട് കാണണം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും കഷ്ടപ്പാടൊരു വീഡിയോ എടുത്തിട്ട് കഷ്ടപ്പാടിക്ക് ഒറ്റക്കാകുമ്പം വളരെ കഷ്ടപ്പാടാണ് ഒറ്റക്ക് വീഡിയോ എടുത്ത് കഷ്ടപ്പാടിക്ക് പണി വരുത്തുന്നുണ്ട് ഞാൻ എനക്കാവുന്നില്ല ഭയങ്കര ഇപ്പം ഈ തണുപ്പ് കൊണ്ട് തീരെ രാവിലെ ഒന്ന് എണീറ്റ് നടക്കാനാകുന്നില്ല തീരെ അതുകൊണ്ട് വെള്ളമടിക്കാനുള്ള 10 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം വെള്ളമടിക്കാനില്ല അതുകൊണ്ട് പണി എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര തണുപ്പ് കൊണ്ട് അതാണ് എൻ്റെ അവസ്ഥ ഇവിടെ കണ്ട നിങ്ങൾ ഇതിനിടയ്ക്ക് നട്ട ബത്താസായത് കണ്ട ഇത് കണ്ട ബത്താസ് കണ്ട ബത്താസ് ഇതാണ് ബത്താസ് ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇപ്പം നട്ടതാണ് ഇതിനിടയ്ക്കത്തെ ഉരുളക്കിഴങ്ങ് തേച്ച് ആ മഴക്ക് ചീഞ്ഞു പോയി കേട്ടോ ഇപ്പോൾ പൊടിച്ച് വരുന്നുണ്ട് നല്ല വൃത്തിയിൽ ഇത് കോവക്കയാണ് കേട്ടോ ഇപ്പം നട്ടിനേ ഉള്ളൂ മിഞ്ഞാന്ന് നട്ടിനേ ഉള്ളൂ ഇത് പിന്നെ അതാണ് ഇതും ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഇതൊന്നും കൂടി ഉണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയും മതി നാളെ പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി ഇനി നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ആശംസകൾ